നമസ്കാരം. മകൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികൾ വന്നു ചേരുന്നത് വഴി ആഹ്ലാദപരമായിട്ടുള്ള ജീവിതം നയിക്കുവാനും സമാധാനത്തോടു കൂടിയതായിട്ടുള്ള കുടുംബജീവിതം നയിക്കുവാനുമുള്ള സാഹചര്യം ഈ മാസത്തിൽ വന്നു ചേരും. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും മെയ് മാസം പകുതി മുതൽ ഉദ്യോഗത്തിൽ പ്രവേശിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഫലപ്രാപ്തി നേടുവാൻ അവസരം ഉണ്ടായിത്തീരും. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ മുതലായവയിലൊക്കെ തന്നെ വിജയം കൈവരിക്കും. മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്ര സഫലമാകും. തൊഴിൽ മേഖലകളോടനുബന്ധമായി ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ കൂടി വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനിടയുണ്ട്. നിലവിലുള്ള ഗൃഹത്തിന് അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. മാസത്തിൻ്റെ പകുതി മുതൽ അന്തരീക്ഷത്തിലെ വ്യതിയാനത്താൽ കഫനീർദോഷ രോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനിടയുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി മാതൃകാപരമായി തീർന്നതിനാൽ ആശ്ചര്യം, അനുഭവം എന്നിവ ഉണ്ടാകുവാനും പൊതുവെ ആത്മാഭിമാനത്തിനും യോഗമുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നും പ്രതീക്ഷിച്ചതിലുപരി പുരോഗതി ഉണ്ടാകും. അനുബന്ധ വ്യാപാരം തുടങ്ങുവാനായിട്ട് ഭൂമി വാങ്ങി വ്യാപാര സമുച്ചയം പണിയുവാനുള്ള സാഹചര്യങ്ങളുണ്ടായിത്തീരുവാനും അതിനുവേണ്ടി പ്രാഥമികമായിട്ട് ചർച്ചകൾ നയിക്കുവാനും പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരും. ഏതൊരു കാര്യവും വളരെ സുഗമമാക്കി തീർക്കുവാനുള്ള സാഹചര്യം മകൻ നക്ഷത്രക്കാർക്ക് ഈ മെയ് മാസത്തിൽ വന്നു ചേരുവാനുള്ള അവസരം ഉണ്ടായിത്തീരുവാനും സാധ്യത കാണുന്നു. നമസ്കാരം.